എൻ്റെ പേര് രാജി. ഞാൻ കുന്നിക്കോട് നിന്ന് വരുന്നു. എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാൻ ഭയങ്കര വഴക്കാളിയായിരുന്നു. ആരെയും തൊട്ട കൈക്ക് അടിക്കും. എൻ്റെ വീട്ടിൽ എന്ത് കുറ്റങ്ങൾ ചെയ്താലും, ഞങ്ങൾ ചെയ്തില്ലെങ്കിലും ആര് വന്നാലും ഞാൻ അവരെ ഉപദ്രവിക്കും. ഞാനിവിടെ വന്ന് 25/9/2025 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അതെല്ലാം നിർത്തിവെച്ചു. ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല, എൻ്റെ വീട്ടിലുള്ളവരെ ഉപദ്രവിക്കും. ഏത് ഉദ്യോഗസ്ഥരെ ആയാലും ഞാൻ ഒന്നും നോക്കത്തില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവരോട് ഏത് രീതിയിലും ഞാൻ നീതികേടായി പെരുമാറിയിട്ടുണ്ട്. എൻ്റെ ഭാഗത്താ തെറ്റ് ശരിയെങ്കിൽ ഞാൻ അവരോട് നല്ല രീതിയിൽ കയർത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എല്ലാവരോടും ഞാൻ കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവ് എനിക്ക് അതിൽ നിന്ന് ആത്മീയമായി വളരുവാൻ എനിക്ക് അനേകായിരം ശക്തിയും കരുത്തുള്ള മകളായി അവരോട് നേരിടാനുള്ള ശക്തി തന്ന് എൻ്റെ അമ്മ മാതാവ് യേശുവപ്പയെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ മുതൽ ഞാൻ എൻ്റെ യേശുവപ്പയെ അറിഞ്ഞ മകളാണ്. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. ഇന്ന് എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മ മാതാവ് യേശുവപ്പയെ എനിക്ക് തന്നിട്ടുണ്ട്. ഇതുവരെയും ഞാൻ ആ യേശുവപ്പയെ അമ്മ മാതാവിനെ തള്ളിക്കളഞ്ഞ ഒരു മക്കളോടും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ ഇന്നും അമ്മ മാതാവിനോട് ചോദിക്കാതെയാണ് എനിക്ക് ഓരോന്നും തരുന്നത്. ഞങ്ങൾ വാടക വീട്ടിലാണ് കഴിയുന്നത്. ഞങ്ങൾക്ക് വണ്ടി ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ അമ്മ മാതാവ് 2 വാഹനം തന്നു. ഒന്നല്ല, അതിനുള്ള പ്രാപ്തിയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അമ്മ മാതാവ് അതിനുള്ള അടയാളങ്ങളും അതിനുള്ള വഴിയും എല്ലാം കാട്ടിത്തന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും പിടിച്ച് സർവശക്തനായ പിതാവിനെ ചൊല്ലി വാഹനമെടുക്കാൻ പോയി. വാഹനമെടുക്കാൻ പോയപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, അമ്മ മാതാവിൻ്റെ വാഹനമാണെങ്കിൽ എനിക്ക് അടയാളം കാട്ടിത്തരണമേ എന്ന് പറഞ്ഞു. 2 വാഹനം എടുത്തപ്പോഴും ആദ്യത്തെ വാഹനത്തിന് 8 കാണിച്ചു, രണ്ടാമത്തെ വാഹനത്തിന് 7 കാണിച്ചു. അവിടെ ഞങ്ങൾ ടോക്കൺ കൊടുത്തു. കൊടുത്ത മക്കളും അമ്മ മാതാവിനെ വിശ്വസിക്കുന്ന മക്കളാണ്. അതാണ് 2ാമത്തെ സാക്ഷ്യം. 3ാമത്തേത്, എൻ്റെ കുഞ്ഞ് വലിയ കൊച്ചായതിന് ശേഷം അവൾക്ക് പീരീഡ്സ് ആവത്തില്ലായിരുന്നു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. എൻ്റെ കുഞ്ഞിന് ഒരു മരുന്ന് കഴിക്കാൻ ഇടവരുത്തില്ലേ എൻ്റെ അമ്മ മാതാവേ എന്ന് ഞാൻ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും വൈകിട്ടായാലും പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ വയറ്റിൽ ഞാൻ തൈലം പൂശി സർവശക്തനായ പിതാവിനെ ചൊല്ലി ഇന്ന് വരെയും ഒരു കുഴപ്പവും കൂടാതെ എൻ്റെ മോക്ക് എല്ലാ മാസവും കറക്റ്റായിട്ട് ഡേറ്റ് ആവുന്നുണ്ട്. അത് 3ാമത്തെ സാക്ഷ്യം. 4ാമത്തെ സാക്ഷ്യം, ഞാൻ ചോദിക്കാതെ എനിക്ക് കണ്ടക്ടറായിട്ട് ജോലി തന്നു. ആദ്യം ലൈസൻസ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് ആ പരീക്ഷാ ഹാളിൽ കയറ്റാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പോയി എൻ്റെ അമ്മ മാതാവിനെ ഞാൻ സർവശക്തനായ പിതാവിനെ ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കൊരു അടയാളം കാട്ടിത്തരണമേ എന്ന്. എൻ്റെ അമ്മ മാതാവ് അവിടെ എനിക്ക് 7 എന്നുള്ള അക്കം കാട്ടിത്തന്നു. ഞാൻ അന്നേരം ഉറപ്പിച്ചു, ഞാൻ പാസ്സായി, എനിക്ക് ലൈസൻസ് കയ്യിൽ കിട്ടുമെന്ന്. ഞാൻ പാസ്സായി. അന്നേ ദിവസം തന്നെ എനിക്ക് ലൈസൻസ് കിട്ടി. അതിൻ്റെ അവസാനത്തെ അക്കം വരുന്നതും 7 ഞാൻ അതിനും അമ്മ മാതാവിനോട് കൊടാനുകൂടി നന്ദി പറയുന്നു. അതിനുശേഷം അമ്മ എനിക്ക് ഡിപ്പോയിൽ ജോലി തന്നു. ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ടക്ടറായിട്ട്. അതും അമ്മ മാതാവ് ഞാൻ ചോദിക്കാതെ തന്നതാണ്. ഇനി ആ ബാക്കിയെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താലാണ്. അതുപോലെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഉപ്പ് കൊണ്ടും തൈലം കൊണ്ടും എൻ്റെ ചിറ്റപ്പന്മാർക്കും കുഞ്ഞമ്മമാർക്കും ഒക്കെ അസുഖം വന്നപ്പോഴേ എൻ്റെ മാതാവിനും എല്ലാ അസുഖം വന്നപ്പോൾ ഞാൻ അവർക്കെല്ലാം പ്രാർത്ഥിച്ചു. ഉപ്പായാലും തൈലമായാലും തേനായാലും കൊടുത്ത് ഓപ്പറേഷനിൽ നിന്നും പല രോഗങ്ങളിൽ നിന്നും സിസ്റ്റുകൾ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതിൽ നിന്നെല്ലാം എൻ്റെ യേശുപ്പ എൻ്റെ അമ്മ മാതാവും കൂടുതൽ അനുഗ്രഹം തന്നു. അതിൽ നിന്ന് അവരെല്ലാം മുക്തി നൽകി. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഉദ്ദേശം ജീവിതാന്ത്യത്തോളം ദൈവസ്നേഹത്തിൽ നിറയാനും ജീവിതാന്ത്യത്തോളം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനുമാണ്. ഇന്നും ഞാൻ എൻ്റെ കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ ഈ നിമിഷം മരിച്ചാൽ പോലും എൻ്റെ അവയവങ്ങൾ ദാനധർമ്മം ചെയ്യണമെന്ന്. കാരണം അതിലൂടെ എൻ്റെ യേശുപ്പയുടെയും മാതാവിൻ്റെയും സ്നേഹത്തെ അനേകായിരം മക്കൾ അറിയണം. നാം ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൊണ്ടല്ല വരുന്നത്, നമ്മളിവിടെ നിന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടല്ല പോകുന്നത്. എല്ലാം എൻ്റെ യേശുപ്പനും അമ്മ മാതാവ് തന്ന അനുഗ്രഹങ്ങളാണ്. അതുപോലെ എനിക്ക് ഒത്തിരി അടയാളങ്ങൾ എൻ്റെ അമ്മച്ചി തന്നിട്ടുണ്ട്. ഞാൻ കണ്ടക്ടർ ലൈസൻസ് എടുക്കാൻ പോകുന്നതിൻ്റെ അന്ന് രാത്രി എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, എൻ്റെ കൃപയാലല്ല, എൻ്റെ കഴിവാലല്ല, എൻ്റെ അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വേണം എനിക്ക് കിട്ടുക. എനിക്കൊരു യോഗ്യതയില്ല. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ 1 മണിയായപ്പോൾ എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, യേശുപ്പൻ പറയുന്നു, മകളെ രാജി എണീക്ക്, നിനക്ക് ഇതാ പിടിക്കുക, ലൈസൻസ് കയ്യിൽ പിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ കൃത്യം 1 മണിയായതേ
ഉള്ളൂ. പിറ്റേ ദിവസമാണ് എക്സാം. ഞാൻ എൻ്റെ അമ്മ മാതാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി. എനിക്കത് കിട്ടി. ഈ ലോകത്തിൽ എന്ത് ചോദിച്ചാലും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. ഒരേ ഒരു കാര്യം മാത്രം ഒഴിച്ച് ഞാൻ അത് എൻ്റെ അമ്മ മാതാവിന് വിട്ടുകൊടുത്തേക്കുവാണ്. അതിനുശേഷം എനിക്ക് മഴവില്ലായിട്ട് എൻ്റെ അമ്മ മാതാവ് തന്ന് എൻ്റെ ഭർത്താവാണ് എന്നെ ആദ്യമായി ഇവിടെ കൊണ്ടുവരുന്നത്. എൻ്റെ ഭവനത്തിലാണെങ്കിൽ ഭയങ്കര വഴക്കായിരുന്നു. എനിക്ക് സമാധാനം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ പ്രസവിച്ചതിന് ശേഷം ഞാൻ സമാധാനം അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഈ അൾത്താരയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമാണ് ഇന്നും നിലനിൽക്കുന്നത്. എല്ലാ ദിവസവും എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം കിട്ടും. ആദ്യം അറിയുന്നത് എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളാണ്. അവർ രണ്ടുപേരും വിളിച്ചിട്ട് പറയും, അമ്മയെ മുല്ലപ്പൂവിൻ്റെ മണം വന്ന്, പിച്ചിപ്പൂവിൻ്റെ മണം വരുന്നു. ഞങ്ങൾക്ക് മഴവില്ല് കാട്ടിത്തന്ന്, ഹാർട്ട് കാട്ടിത്തന്ന്. അതേപോലെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ ഇനി ഞാൻ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ മാതാവിന് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. പിന്നെ ഞാൻ ആത്മീയമായി ഒത്തിരി വളർന്ന് ഞാൻ ഇപ്പോൾ നല്ല എല്ലാ മക്കളെയും സ്നേഹിക്കുവാനും, ആരെന്നെ അടിച്ചാലും ഞാൻ ഒരു കാരണവും കൂടെ കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ ഇന്നും ആരെയും അടിക്കത്തില്ല. ഇനി അമ്മ മാതാവ് എനിക്കിട്ട് ആയുസ് എടുക്കുന്നത് വരെ ഞാൻ ആരെയും ഉപദ്രവിക്കത്തില്ല. പക്ഷേ നേരിടാനുള്ള കരുത്ത് ശക്തിയും എന്ത് പറയണം, എങ്ങനെ നേരിടണം എന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ പഠിപ്പിച്ചു. അതിന് കോടാനുകൂടി നന്ദി. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പത്രം ഞാൻ ഉപയോഗിച്ചത്, ഇവിടെ നിന്ന് ആദ്യമായിട്ട് എനിക്ക് 15 പത്രമേ കിട്ടിയുള്ളൂ. അന്ന് ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ വെറും 500 രൂപയേ ഉള്ളൂ. 1 രൂപ പോലും എനിക്ക് കൂടുതലില്ല. ഞാൻ വിഷമിച്ചാണ് ഈ അൾത്താരയിൽ കയറി വന്നത്. എൻ്റെ കണ്ണിൽ നിന്ന് ചോരയാണോ വെള്ളമാണോ എന്തോ വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ വന്നിട്ട് ഈ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എത്ര രൂപയാവും? എന്ത് ചെയ്യും? ഇതുകൊണ്ട് ഞാൻ എങ്ങനെ പോവും എന്ന് ഞാൻ സങ്കടത്തോടെ ഞാൻ വന്നു. പക്ഷേ എൻ്റെ അമ്മ മാതാവ് വെറും 250 രൂപ എനിക്ക് ചിലവായുള്ളൂ ഇവിടെ. അതിൽ നിന്ന് 15 പത്രം എനിക്ക് കിട്ടി. ആ പത്രത്തിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ എല്ലാ വീട്ടുകളിലും കൊടുത്തു. എല്ലാ വീട്ടുകളിലും കലഹങ്ങളും എല്ലാ വഴക്കുമുള്ള കുടുംബങ്ങളാണ്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളിലും എത്തിച്ചു. ബാക്കി 13 പത്രം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലും വെച്ചിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ സമയത്ത് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്ത് അന്നേ ദിവസം ഞാൻ അവർക്ക് 2 പേർക്ക്, ഞാൻ 2 അല്ല 4, 5 പേർക്ക് ഞാൻ പൈസ സഹായമായി ചെയ്തു. പക്ഷേ അവരെന്നെ കളിപ്പിച്ച് എവിടാന്ന് എനിക്കറിയത്തില്ല. അവർ പോയി. അതിലൊരു വ്യക്തിയുടെ കീഴാറ്റിങ്ങൽ എന്ന് മാത്രം എനിക്കറിയാം, സ്ഥലം മാത്രം എനിക്കറിയാം. ഒരു അടയാളമോ ഒന്നും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ അന്ന് രാവിലെ എൻ്റെ മോളെയും കൊണ്ട് ആ പത്രം കയ്യിൽ പിടിച്ച് ഞാൻ രാവിലെ ഇറങ്ങി. കൃത്യം 7 മണിയായപ്പോൾ ഞാൻ ഇറങ്ങി. തിരുവനന്തപുരം കീഴാറ്റിങ്ങൽ ബസ്സിൽ കയറി ഞാൻ കീഴാറ്റിങ്ങൽ ചെന്നു. അവിടെ പോകുന്ന വഴിയിലെല്ലാം സർവശക്തനായ പിതാവിനെ ചൊല്ലി അമ്മ മാതാവിനെ മുറുകെ പിടിച്ച്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് സഹായം ആരുമില്ല, എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് കാട്ടിത്തരണം, എൻ്റെ ജീവൻ്റെ വിലയാണ്, നിങ്ങൾ തന്ന നിങ്ങളുടെ സ്വത്താണെന്ന് പറഞ്ഞു. ഞാൻ പോയ വഴിക്കെല്ലാം എല്ലാവർക്കും കൊടുത്തു. അവസാനം ആ വീടിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ എത്തിച്ചു. ഇന്ന് ഈ നിമിഷം വരെ ആ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് 2 വർഷം കഴിഞ്ഞ് എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ട് എല്ലാവരും പറയുന്നത് ഇന്ന് തരാം, നാളെ തരാം, ഇന്ന് തരാം. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി എൻ്റെ ഭവനത്തിൽ അതിനെക്കുറിച്ച് ചൊല്ലി എന്നും വഴക്കായിരുന്നു. ഒരു ദിവസം മുടങ്ങാതെ ഞങ്ങൾ തമ്മിൽ കലഹമായിരുന്നു. ഞാൻ ആത്മഹത്യയുടെ വക്കി പലവട്ടവും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മമാത് അവിടെ നിന്ന് എന്നെ തിരിച്ച് ഇന്നും നിലനിൽപ്പോടുകൂടി എനിക്കൊരു ജോലിയും തന്ന്, ഞാൻ ചോദിക്കാതെ ഒരു ജോലിയും തന്ന് എന്നെ നിലനിർത്തി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തത്, എൻ്റെ അടുത്തുള്ള അനാഥാലയത്തിൽ ഗാന്ധി ഭവനിൽ പോയി. അവിടെ പോയി എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ ഡ്രസ്സായാലും പൈസയായാലും ഞാൻ കൊടുത്ത്, ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകളും എൻ്റെ അമ്മയുമാണ് ഇവിടെ നിൽക്കുന്നത്, ഞങ്ങളെല്ലാം കൂടെ പോയി കൊടുത്ത്. പിന്നെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ എല്ലാ മാസവും ഞാൻ പൊതിച്ചോറ് ഹോസ്പിറ്റലുകളിൽ കൊടുക്കും. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പത്രമില്ല കൊടുക്കാനെ കൊണ്ട്. എന്നിട്ട് ഞാൻ പറയും, എൻ്റെ അപ്പായെക്കുറിച്ചും അമ്മയെക്കുറിച്ചും കൂടുതൽ പേര് അറിയണം. ഞാൻ ഇവിടുത്തെ അഡ്രസ്സും ഫോൺ നമ്പരും സർവശക്തനായ പിതാവിനെ എഴുതി ഒരു പേപ്പറിൽ എഴുതും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും കൂടെ കുറച്ച് പേപ്പറിൽ എഴുതി വെക്കും. എന്നിട്ട് ഓരോ പൊതിച്ചോറിലും അത് ഞങ്ങൾ വെക്കും. വെച്ചിട്ട് ഞങ്ങൾ പറയും, നിങ്ങൾ ഈ ഇത് വായിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ഇതിൽ വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതിയെന്ന് പറഞ്ഞു അതിൽ കൊടുത്ത് എല്ലാ പൊതികളിലും ഞങ്ങൾ കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു, ഒത്തിരി പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ഞാൻ ഉപവാസം എടുക്കും. എല്ലാ ദിവസവും പുതിയ നിയമം 1 വട്ടം ഞാൻ വായിച്ചു തീർന്ന്. ഹൈന്ദവ വിശ്വാസിയാണെങ്കിൽ എല്ലാ ദിവസവും ജിനു അച്ഛൻ്റെ യൂട്യൂബിൽ
ജപമാലയുണ്ട്. എല്ലാ ദിവസവും ഞാൻ ജപമാലയ്ക്ക് കൂടും. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയം എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഞാൻ ഉടമ്പടി ധ്യാനവും എല്ലാം ഞാൻ കണ്ട് 1 മണിക്കൂർ കൂടുതൽ 1.5 മണിക്കൂർ വീതം ഞാൻ ബൈബിളും വായിച്ച് അത് ഷെയറും ചെയ്ത് അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യും. ഇന്നിവിടെ വന്ന് എനിക്ക് ഈ ആൾത്താരെ കയറാൻ എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്തു കോടാനുകൂടി നന്ദി എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഞാൻ പറയുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം തിരുവചനം. യേശു ഇത് കേട്ട് അവനെപ്പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. രാജി എന്ന ഈ മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊരു എയർലിഫ്റ്റഡ് സാക്ഷ്യമാണ്. ഈ മകൾക്ക് ദൈവം നൽകാത്തതായി ഒന്നുമില്ല. നമുക്ക് മനസ്സിലാകുന്നത് പോലെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ താൻ ഏത് സ്ഥിതിയിൽ നിന്ന് ഏത് സ്ഥിതിയിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു, അല്ലെങ്കിൽ ദൈവം കൈപിടിച്ചുയർത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ക്ലാസ്സുകളിലൂടെ പ്രബോധിപ്പിക്കുന്ന ഒന്നാണ്, അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നമുക്ക് 2 വഴികളുണ്ട്. ഉടമ്പടിയിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് 2 വഴികളുണ്ട്, അനുതാപവും അനുഗ്രഹവും. ഇറ്റ്സ് 2 sides of a coin. ഒരു കോയിൻ്റെ 2 നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അനുതാപമുള്ളവർക്ക് അനുഗ്രഹം പ്രാപിക്കൂ. അനുഗ്രഹത്തിൽ നിന്ന് നാം പിച്ചവെച്ച് കയറുന്നത് കൃപയിലേക്കും അഭിഷേകത്തിലേക്കും ആത്മീയ അധികാരത്തിലേക്കുമാണ്. രാജിയുടെ ഈ സാക്ഷ്യത്തിൽ സക്കേവൂസിനോട് പറയുന്ന പോലുള്ള ഒരു വലിയ ജീവിതാനുഭവത്തിലൂടെ മകൾ കടന്നു പോവുകയാണ്. സക്കേവൂസിനോട് ഉടനെ തന്നെ സക്കേവൂസിൻ്റെ വീട്ടിൽ കയറി ചെന്ന ഉടനെ തന്നെ ഈശോ പറയുകയുണ്ടായി, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്ന്. താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ സങ്കടങ്ങളെക്കുറിച്ചോ എല്ലാം അനുതപിച്ച് മാപ്പ് ചോദിക്കുമ്പോഴെല്ലാം ഈശോ 1 വർഷം കഴിയട്ടെ 2 വർഷം കഴിയട്ടെ എന്നൊന്നുമല്ല പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. അതുതന്നെയാണ് രാജി ഇവിടെ ഏറ്റുപറയുന്നത്. പത്രോസ് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് മൽക്കൂസിൻ്റെ ചെവി ഛേദിച്ചതെങ്കിലും ഈശോ പറയുന്നുണ്ട്, നിൻ്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ മരിക്കുമെന്ന്. ഈശോ നമ്മോട് എപ്പോഴും ക്ഷമിക്കുവാനാണ് പഠിപ്പിക്കുന്നത്. അതുതന്നെയാണ് ഈശോയുടെ കുരിശിലുള്ള വലിയ ക്ലൈമാക്സ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് രാജിക്ക് ആ പ്രാർത്ഥന വളരെ ശക്തമായി ഏറ്റുചൊല്ലുവാനും അതിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപ ഈശോ നൽകിയിരിക്കുകയാണ്. അങ്ങനെ ഒരു കൃപയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അച്ചിട്ടതുപോലെ അല്ലെങ്കിൽ പെട്രോൾ കത്തുന്നത് പോലെ തൻ്റെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവും മറ്റുള്ളവരോട് ക്ഷമിക്കാനും സ്നേഹത്തിൽ ജീവിക്കുവാനും കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും ജീവിത പങ്കാളിയോടും മക്കളോടുമെല്ലാം വളരെ സ്നേഹത്തോടെ പെരുമാറുവാനുള്ള വലിയ കൃപ നൽകിയിരിക്കുന്നത്. ഇന്ന് ഈ മകൾക്ക് KSRTC ലൈസൻസ് ലഭിച്ച് ഒരു കണ്ടക്ടറായി ജോലി ചെയ്യാനുള്ള കൃപയും അതുപോലെ തന്നെ എല്ലാ അടയാളങ്ങളും പരിശുദ്ധ അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ലൈസൻസ് എടുക്കുമ്പോൾ അതിൽ 7 എന്ന അക്കം അമ്മ കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മകളുടെ വാഹനങ്ങൾ 2 ആംബുലൻസ് പുതിയതായി എടുക്കാനുള്ള കൃപ അവർക്ക് ലഭിച്ചു. അതെല്ലാം പരിശുദ്ധ അമ്മ നൽകുന്നതാണോ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണോ ഈശോ നൽകുന്നതെന്നുള്ള കൃത്യമായ അടയാളങ്ങളിലൂടെ ഈ നമ്പറുകൾ പരിശുദ്ധ അമ്മ അവർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു. സുഗന്ധാഭിഷേകവും മഴവില്ലും അതുപോലെ തന്നെ പലതരത്തിലുള്ള അടയാളങ്ങൾ തിരുനാളങ്ങളിലും എല്ലാം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം ഉപേക്ഷിക്കുമെന്ന വലിയ തുറവികളും വലിയ കമ്മ്യൂണിക്കേഷനും ഇന്ന് രാജിക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാജി ഒട്ടും തന്നെ ഭയപ്പെടുന്നില്ല. കാരണം പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ആ മധ്യസ്ഥതയിൽ ഈശോയിലേക്ക് ഉയരുവാൻ, നിത്യത എന്താണെന്നറിയുവാൻ ഈ മകൾ പറയുകയുണ്ടായി, ഞാൻ സർവശക്തനായ പിതാവെ പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണത്തിൻ്റെ ആ വലിയ പ്രയോഗം ഈ മകൾ ജീവിതത്തിലുടനീളം ഇന്നും എപ്പോഴും അനുവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധിയിലും വിശ്വാസം പ്രയോഗിക്കുവാനും അത് വിശ്വാസത്തിൽ നിന്ന് പടിപടിയായി നമുക്ക് പ്രത്യാശയിലേക്കും സ്നേഹത്തിലേക്കും വളർന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ രാജിയുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.